റഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹനിധികളായ ആജിമാരെ, ഹജ്ജുമ്മമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം എല്ലാവരും പരിശുദ്ധമായ മദീനയിലെത്തി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്താണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോൾ ഇവിടെയുള്ള ജീവിതവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഈ ഹറമിൻ്റെ ചുറ്റുഭാഗത്തും ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് നടന്ന് കാണേണ്ടതുണ്ട്, വണ്ടിയിൽ പോകേണ്ടതുണ്ട്. നമ്മൾ ഈ നടന്ന് കാണുന്ന സ്ഥലം ഇന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ അസറിൻ്റെ ശേഷം ഇത്ര ശക്തമായ വെയിലുണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല. ഇപ്പോഴും വെയിലെന്തായിട്ടില്ല, കുറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ നടന്ന് കാണൽ രാവിലെ സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞ ഉടനെ വെയിലാകുന്നതിൻ്റെ മുമ്പ് ഒരു ഭാഗം കണ്ട് അങ്ങനെ ചെയ്യാമെന്നാണ് ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങളും ഇന്ന് നിങ്ങൾ പച്ചക്കുപ്പൻ്റെ മുമ്പിൽ എപ്പോഴും പോകണം. അതുപോലെ പുരുഷന്മാർ നമ്മൾ ഒരു ദിവസം ഒരുമിച്ചൊരു സിയാറത്ത് നമുക്ക് ഉണ്ടാവണം. റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോകുന്നത് ഏതെങ്കിലും ഒരു വഖത്തിന് നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യണം? അതെനിക്ക് തോന്നുന്നത് സുബഹിൻ്റെ മുമ്പ് നമ്മൾ പോകുമല്ലോ, നമ്മളെല്ലാവരും ആ ഒരുമിച്ച് തന്നെ പോയിട്ട് ഒന്ന് സലാം പറയണം. എല്ലാ ദിവസവും നമുക്ക് എപ്പോഴും സലാം പറയാൻ വേണ്ടി പോകാം. പച്ചക്കുബ്ബയുടെ മുമ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം മഴയൊന്നുമില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോൾ ആയിഷ ബീവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ റൗദ ഉണ്ടല്ലോ, ആ പച്ചക്കുബ്ബ, അവിടെ റസൂലുള്ളാഹിൻ്റെ മുഖം വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യണം? ഒന്ന് ചെറിയൊരു ഒരു ഹോൾസ് ഇടണം എന്ന്. റസൂലുള്ളാഹി എല്ലാം കാണും, പക്ഷെ നാച്ചുറലായിട്ട് എന്ത് ചെയ്യട്ടെ, അതൊന്ന് ഇടണം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു നിർദ്ദേശപ്രകാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീന്തം പഠിച്ച കുളം, നീന്തം പഠിച്ചിരുന്നല്ലോ. ബാപ്പാടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി 6-ാം വയസ്സിൽ ആമിന ഉമ്മയോടുകൂടെ മദീനയിൽ വന്ന്, അവിടെ കുടുംബക്കാരുണ്ട്, സഖീഫ് ഗോത്രക്കാർ കുടുംബക്കാർ ഇവിടെയുണ്ട്. ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോഴാണ് ഉമ്മ മരണപ്പെട്ട്. ആ 6-ാം വയസ്സിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീന്തം പഠിച്ച്. അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്ഥലം നമുക്ക് കാണണ്ടേ? അതുപോലെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഓട്ട മത്സരം നടത്തിയ സ്ഥലം. അതൊരു സന്തോഷമാണ്. ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഒരു കൂട്ടുകാരെ പോലെ ജീവിക്കേണ്ടവരാണ്, അല്ലാതെ ഒരു ഗൗരവത്തിൽ അങ്ങനെയല്ല. അതിനൊക്കെ ഒരു മാതൃകയാണ്. റസൂലുള്ളാഹിൻ്റെ ജീവിതം മുഴുവനും മാതൃകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? കാണേണ്ടത് നടന്നിട്ട് തന്നെയാണ്, ഇതിൻ്റെ ചുറ്റുഭാഗത്തുമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ ചൂടത്തിന് അങ്ങോട്ട് പോയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു പനിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി പോകരുത്. ചിലർക്കൊക്കെ പനിയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട്. അല്ലാഹു തആല എല്ലാം റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. എന്ത് രോഗമുണ്ടെങ്കിലും അല്ലാഹു തആല ശിഫയാക്കി തരുമാറാവട്ടെ. പിന്നെ മദീനയിൽ വന്നപ്പോൾ ഹബീബായ തങ്ങളും സ്വഹാബത്തും ഇവിടെ വന്നപ്പോൾ അവർക്കും നല്ല പനി പിടിച്ചിരുന്നു, വല്ലാതെ പനിച്ച് ബുദ്ധിമുട്ടിയിരുന്നു. ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരിക്കലും ഒരു ആക്ഷേപം പോലും പറഞ്ഞു പോകാൻ പാടില്ല. ഇവിടുത്തെ കാലാവസ്ഥയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആക്ഷേപിക്കാൻ പാടില്ല. ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമുക്ക് ഒരു 8-9 ദിവസം നമ്മൾ ഇവിടെ ഉണ്ടാകും. അതിനുള്ളിൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇൻഷാ അല്ലാഹ് റാഹത്തായ രീതിയിൽ മദീനയിൽ ഹബീബായ തങ്ങളുടെ ചാരത്ത് വന്ന് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഖുർആൻ ഓതാനൊക്കെ ഏറ്റവും നല്ല അവസരമാണ്. ഇവിടുന്ന് ആകുമ്പോൾ എന്ത് ചെയ്യുക? കുറേ ഖത്തം തീർക്കുക. അവിടെ തവാഫും സഴിയൊക്കെ ഉണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് ഇപ്പം നേരെ എന്ത് ചെയ്യുക? നമ്മൾ ഹറമിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. സ്ത്രീകൾക്ക് പോകുന്ന വഴി അറിയാലോ, അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. പിന്നെ റൗദയിൽ കയറേണ്ട ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പെർമിഷൻ ഉണ്ടാവും. നമ്മളെ വിസ അടിച്ച് അവരൊരു പെർമിഷൻ തരും നമുക്ക് റൗദയിൽ കയറാൻ. അത് ഇൻഷാ അല്ലാഹ് സ്ത്രീകൾക്ക് നാളെ രാവിലെയാണ്, 7 മണിയോട് കൂടെയാണ് സ്ത്രീകൾക്കുള്ളത്. പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം കയറുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി മനസ്സിലാവാത്ത രീതിയിൽ അവരിങ്ങ് തിരിച്ചു പോകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു 10-20 സ്ത്രീകൾക്ക് ഇന്ന് രാത്രി എന്ത് ചെയ്യാം? കയറാം. അതുപോലെ ബാക്കിയുള്ളവർ ഇത് കൂടാണ്ട്, നാളത്തത് കൂടാണ്ട് ഒരവസരം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പുരുഷന്മാരുടേത് പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മളും കൂടെ ഉള്ളത് കൊണ്ട് മാക്സിമം റൗദയിൽ തന്നെ എത്താനുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? അവിടുന്ന് ചെയ്യും. ഇനി എന്തെങ്കിലും അവിടെ എത്തുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. എന്തായിരുന്നാലും മാബൈന ഖബരി വ മിംബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ പ്രത്യേകമായ സ്ഥലത്ത് വെച്ച് നമുക്കൊക്കെ 2 റക്അത്ത് നിസ്കരിക്കണം, നന്നായി ഒന്ന് ദുആ ചെയ്യണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാബൈന ഖബരി വ മിംബരി
മാ ബൈന ബൈത്തി വ മിമ്പരി രണ്ടും ഹദീസിലുണ്ട്. എൻ്റെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം, എൻ്റെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം, അതാണ് സ്വർഗ്ഗപ്പൂന്തോപ്പ്. സ്വർഗ്ഗപ്പൂന്തോപ്പ് പറഞ്ഞാൽ അവിടെ നിന്ന് നിസ്കരിച്ച ആൾ സ്വർഗത്തിലാണ്. മറ്റൊരഭിപ്രായം ആ സ്ഥലം നാളെ സ്വർഗത്തിലുണ്ടാവുന്ന നമുക്ക് സാക്ഷി പറയും. അള്ളാഹു തആല അവിടെ വെച്ച് നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അവിടെ ചെന്നുകൊണ്ട് നന്നായി ഒന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അള്ളാഹ്. അതൊക്കെ നമുക്ക് ഇതിനിടയിൽ നടത്തേണ്ട കാര്യങ്ങളാണ്. അതിന് നമുക്ക് നല്ല ഇനി പള്ളിയിലേക്ക് പോവാം കേട്ടോ. പള്ളിയിലേക്ക് പുരുഷന്മാർക്ക് പോകേണ്ട വഴി